സെപ്റ്റംബർ 4 തുടങ്ങി 14 വരെ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ടിഫ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് 50ാമത്തെ വർഷമാണ് ടിഫിന്റെ. നമുക്ക് കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും ടിഫിനെ കുറിച്ച് ചെറിയ സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു. സുഹൃത്തും ഫോമർ ബാങ്കറും ഫിലിം എന്തൂസിയാസ്റ്റും നമ്മളെ ഒരുപാട് ഫിലിമിലേക്ക് അടുപ്പിക്കുന്ന കുറെ ലേഖനങ്ങൾ എഴുതുന്ന ശ്രീ സുരേഷ് നെല്ലിക്കോട്, അദ്ദേഹം ലൈനിലുണ്ട്. വെൽക്കം സുരേഷ് ജി. സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ആശിഷിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ടിഫിന്റെ സുവർണ ജൂബിലി വർഷമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹ്രസ്വ ചിത്രങ്ങള്, വാർത്താ ചിത്രങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 290ഓളം സിനിമകളായിരുന്നു 27 സ്ക്രീനുകളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. 6000-ലധികം വരുന്ന ചിത്രങ്ങളിൽ നിന്ന് 290 എണ്ണം എന്ന് കേൾക്കുമ്പോഴുള്ള സമ്മിശ്ര വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരുപാട് നല്ല സിനിമകൾ ഇടം കണ്ടെത്താതെ പോയിട്ടുണ്ടാവാം. 79 കൺട്രീസ് ആണ് ഇത്തവണ പാർട്ടിസിപ്പേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഈ 6000-ലധികം വരുന്ന സിനിമകളിൽ നിന്ന് 290 എണ്ണമാണ് സെലക്ടഡ് ആയത്. അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ 200-ലധികം ചിത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. എങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടത് 7 ചിത്രങ്ങളാണ്. അതിൽ തന്നെ 2 ചിത്രങ്ങൾ പഴയ ചിത്രങ്ങളാണ്. ഒന്ന് പഴയ ഷോലെ ആയിരുന്നു. 50ാം വാർഷികം ആഘോഷിക്കുന്ന ഷോലേക്ക് ആദരം കൊടുക്കുക എന്നുള്ളതായിരുന്നു ടിഫിന്റെ ഉദ്ദേശ്യം. ഇതിന്റെ രണ്ടാമത് വന്ന പഴയ ചിത്രം ലോക ക്ലാസിക് വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സത്യജിത് റേയുടെ അരണ്യർ ദിൻ രാത്രി ആയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച് നിന്നത് നീരജ് ഗൈവാൻ സംവിധാനം ചെയ്ത ഹോം ബൗണ്ട് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാൻ ചലച്ചിത്രമേളയിലായിരുന്നു അതിന്റെ വേൾഡ് പ്രീമിയർ. ഈ മാസം 26-ന് തിയേറ്ററിൽ എത്തുന്ന ഈ ചിത്രത്തിന്റെ നോർത്ത് അമേരിക്കൻ പ്രീമിയർ ആയിരുന്നു ടിഫില് നടന്നത്. ന്യൂയോർക്ക് ടൈംസിൽ 2020 പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷാറത്ത് പിയറിന്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കി സംവിധായകൻ തന്നെ ഒരുക്കിയ തിരക്കഥയാണ് ഹോം ബൗണ്ടിന്റെ. ഒരു സൗഹൃദ ബന്ധത്തിന്റെ വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ്. ഒരുപക്ഷെ ഇനിയും ചലച്ചിത്ര മേളകളിലേക്കുള്ള യാത്രകൾ ഇതിന് കൂടുതലായി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് അംഗീകാരങ്ങൾ ഈ ചിത്രത്തിന് ഇനിയും ലഭിച്ചേക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇഷാൻ ഖട്ടറും വിശാൽ ജത്വയും ജാൻവി കപൂറുമാണ് പ്രധാന വേഷങ്ങളിൽ വരുന്നത് ഈ ചിത്രത്തിൽ. ഇഷാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച കഥാപാത്രമാണ് ഇതിലെ ഷോയബ് അലി എന്നുള്ള ആവേശം. ഇഷാന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ ചിത്രം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. വിഖ്യാത ചലച്ചിത്രകാരനായിട്ടുള്ള മാർട്ടിൻ സ്കോർസേസിയാണ് ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പ്രതീക് ഷായുടെ വളരെ മികച്ച ഛായാഗ്രഹണം വളരെ ഗംഭീരമായിട്ടുണ്ട്. നരേൻ ചന്ദാവർക്കർ, ബെനഡിക്ട് ടൈലർ എന്നിവർ ഒരുക്കിയ സംഗീതമാണ് ഈ ചിത്രത്തിൻ്റെത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണിത്. ടൊറന്റോയിൽ നിന്ന് ഇന്റർനാഷണൽ പീപ്പിൾസ് ചോയ്സ് അവാർഡിന്റെ 3ാം സ്ഥാനം ഹോം ബൗണ്ടിനാണെന്നുള്ളത് ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. രണ്ടാമതായിട്ട് വളരെ ഞെരുങ്ങിയ സാമ്പത്തിക സ്ഥിതിയിലൂടെ ചിത്രീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ് വിമുക്ത്. അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റില് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻ സെർച്ച് ഓഫ് ദ സ്കൈ എന്നുള്ളതാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് വിമുക്തിനാണ്. ജിതാങ് സിംഗ് ഗുർജാർ ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. മുമ്പ് ഹ്രസ്വ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ജിതാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡി മൂവിക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം ചെറുതെന്ന് നമുക്ക് പറയാനായിട്ട് ആവില്ല. കാരണം വളരെ ബുദ്ധിമുട്ടിലൂടെ, വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലൂടെയാണ് അതിന്റെ ചിത്രീകരണം കടന്നു വന്നത്. നിഖിൽ യാദവ് ആണ് അതില് പ്രധാന വേഷത്തില് ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള ഷെല്ലി ശർമ്മയാണ്. चैलेंजेस था बहुत इस पर्टिकुलर प्रोजेक्ट के लिए क्योंकि हम एक ही यूनिवर्स में 2 अलग दुनिया दिखाना चाहते थे. ജിതാങ്കും ഷെല്ലിയും നിഖിൽ യാദവും ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഈ ചിത്രീകരണത്തിൽ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതായത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സാമ്പത്തികം തന്നെയായിരുന്നു. I would like to thank Pooja, our producer, co-writer and mother of this film. So for trusting me for this film, I would like to thank Sarpan for being so supportive. I would like to thank Meenakshi Shibde especially for supporting us.
And I would like to thank my team for being there for me when I needed them. Like for when we have shot this film in only 11 days. So yeah, this is a whole teamwork. So I would like to dedicate this award to those whose egos often goes unheard. Those who may be specially able yet deeply connected to nature. I would like our audience to be more sensitive and kind towards them. I dedicated this award to every dreamer who, from a small town in India, Africa, or anywhere in the world, who dares to dream of telling the stories. Thank you. അപ്പൊ അതിലൂടെയൊക്കെ കടന്നു വന്ന് ഒരു നെറ്റ്പാക്ക് അവാർഡ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ ആയിട്ടുള്ള ടൊറന്റോയിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഈ ചിത്രം പ്രധാനമായിട്ടും പറയുന്നത് അന്ധവിശ്വാസങ്ങളും ഭക്തിയും പിന്നെ ഈ ഗ്രാമ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളും ഒക്കെയാണ്. ഉത്തരേന്ത്യൻ ഗ്രാമത്തില് ബുദ്ധി സ്ഥിരതയില്ലാത്ത യുവാവായ ഒരു മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ വേദനകളാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന വേറൊരു ചിത്രം ബന്ദർ എന്നുള്ള അനുരാഗ് കാശ്യപിന്റെ ചിത്രമാണ്. മങ്കി ഇൻ എ കേജ് എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ ഇവിടെ കൊടുത്തിരുന്നത്. അത് അനുരാഗ് കാശ്യപ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രം. ബോബി ഡിയോൾ, സനിയ മൽഹോത്ര, സപ്ന പാബി എന്നിവർ പ്രധാന വേഷങ്ങൾ വരുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിന് അഭിമാനിക്കാൻ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിലെ പ്രധാന വില്ലനായിട്ട് വരുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. മലയാളിയായിട്ടുള്ള ഒരു ലിജോ എന്നുള്ള ഒരു വില്ലനായിട്ടാണ് ഇന്ദ്രജിത്ത് ഈ സിനിമയില് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അങ്ങേയറ്റം വളരെ രോഷം തോന്നുന്ന ഒരു കഥാപാത്രത്തെ അങ്ങേയറ്റം വിജയിപ്പിക്കാനായിട്ട് ഇന്ദ്രജിത്ത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു പുതുമ കൂടിയാണ്. നമുക്കൊരു മലയാള ബന്ധം കൂടി ഈ ചിത്രത്തിന് പറയാനായിട്ട് വന്നിട്ടുണ്ട്. രാജ് മൽഹോത്ര എന്ന സംഗീതജ്ഞൻ നേരിടേണ്ടി വരുന്ന സ്ത്രീ പീഡന കഥയാണ്. അതാണ് ഇതിന്റെ പ്രധാന കഥാതന്തു. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലെ അപാകതകളും അതിലുള്ള അഴിമതികളും ഒക്കെയാണ് ഈ ചിത്രം കൂടുതലായിട്ട് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നതും. അഭിഷേക് ബാനർജി, സുദീപ് ശർമ്മ എന്നിവരാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ഒരു ചിത്രം നമുക്ക് പറയാനുള്ളത് ബയാൻ എന്നുള്ള ചിത്രമാണ്. വികാസ് രഞ്ജൻ മിശ്ര സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ നായിക ഹുമ ഖുറേഷിയാണ്. ഒരു ഹ്യൂമൻ ഗോഡ് അല്ലെങ്കിൽ ഒരു കൾട്ട് ലീഡർ എന്ന് പറയാവുന്ന ഒരാളുടെ ലൈംഗിക പീഡനങ്ങളുടെ കഥയാണ് ഈ ചിത്രം പുറത്തു കൊണ്ടുവരുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ടാണ് ഹുമ ഖുറേഷി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ചന്ദ്രചൂഡ് സിംഗ് ആണ് ഈ കൾട്ട് ലീഡറായിട്ട് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന അഭിനേതാവ് സച്ചിൻ ഖേഡേക്കർ ആണ്. ഉദിത് ഖുറാനയുടെ ഛായാഗ്രഹണം, ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ് എന്നിവയൊക്കെ ഉള്ളത് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. വീണ്ടും നമ്മള് ഇന്ത്യൻ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സീരീസ് ടൊറന്റോ ചലച്ചിത്രോത്സവത്തിൽ എത്തുകയാണ്. 8 എപ്പിസോഡുകളുള്ള 3 ഭാഗങ്ങളായിട്ട് ഉടൻ പുറത്തു വരുന്ന TV സീരീസ് ആയിട്ടുള്ള ഗാന്ധിയുടെ 2 എപ്പിസോഡുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. പ്രതീക് ഗാന്ധി, അദ്ദേഹം അനേകം ഹിന്ദി ചിത്രങ്ങളിൽ ഇതുവരെ വന്നു കഴിഞ്ഞു. പ്രതീക് ഗാന്ധി മഹാത്മാഗാന്ധിയായും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ ഭാമിനി ഓസ ഗാന്ധി കസ്തൂർബയായും വരുന്ന ഈ പരമ്പര സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഹൻസൽ മേത്തയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന് വേണ്ടി അപ്ലോസ് എന്റർടൈൻമെന്റിന്റെ CEO ആയിട്ടുള്ള സമീർ നായരാണ് ഈ ചിത്രം ഈ പരമ്പര നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സംഗീതം ഇന്ത്യയുടെ ഓസ്കാർ അഭിമാനമായിട്ടുള്ള AR റഹ്മാനാണ്. സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സംഗീതവും അതിന്റെ ടൈറ്റിൽസ് തുടങ്ങുന്ന ഗ്രാഫിക്സ് ഒക്കെ വളരെ മികച്ച നിലവാരത്തിൽ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 എപ്പിസോഡുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്ന ഗാന്ധി പ്രായം ചെന്നിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിയുടെ അവസാന കാലത്തുള്ള ഗാന്ധിയെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങേയറ്റം മുഴുകി നിൽക്കുന്ന ഗാന്ധിയെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഈ ഗാന്ധി തുടങ്ങുന്നത് മോഹൻ എന്നു പേരുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ചെറുപ്പകാലം. അദ്ദേഹം കൗമാരം കഴിഞ്ഞ് യുവാവിലേക്ക് എത്തുന്ന ആ കാലത്ത് അദ്ദേഹം പഠിക്കാനായിട്ട് ലണ്ടനിൽ പോകുന്നതും
പിന്നീട് തിരിച്ചു വന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നതൊക്കെയാണ് ഈ ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വളരെയധികം നമുക്ക് പരിചയമുണ്ടാവില്ല. കഥ തുടങ്ങുമ്പോൾ ഈ ആദ്യകാല ജീവിതമാണ് കാണിക്കുന്നത്. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അവിടെ ഉള്ള 15 വർഷം നേരിടുന്ന വർണ്ണ വിവേചനം ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് പോലും ഈ ഹാരി പോട്ടർ സീരീസിലൂടെ പരിചിതനായിട്ടുള്ള ടോം ഫെൽട്ടൺ ആണ് ഇതില് ഗാന്ധിയുടെ വെജിറ്റേറിയൻ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കബീർ ബേഡിയാണ് ദാദാബായ് നവറോജിയായിട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഒരു പ്രധാന നേതാവായിട്ട് വളരെ മികച്ച മേക്കപ്പോടെ ദാദാബായ് നവറോജിയായിട്ട് വരുന്ന കബീർ ബേഡിയാണ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹം ഈ ചിത്രത്തില്. ഗാന്ധി ബിഫോർ ഇന്ത്യ, ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നീ 2 പുസ്തകങ്ങൾ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള തിരക്കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതില് ഈ കോവിഡ് കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ രാമചന്ദ്ര ഗുഹയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിൽ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് വീണ്ടും 1 വർഷം കോവിഡിന്റെ മൂർധന്യത്തിൽ അങ്ങനെ പാസ് ചെയ്തു പോയി. ഇവർ വീണ്ടും ഇതിന്റെ പിന്നാലെ അത് ചേസ് ചെയ്ത് അങ്ങനെയാണ് അവസാനം അദ്ദേഹം ഇതിനായിട്ട് സമ്മതിച്ചത്. പക്ഷെ അത് അദ്ദേഹത്തെ ഒരിക്കലും നിരാശനാക്കില്ല എന്നുള്ളതാണ് ഈ 2 എപ്പിസോഡുകൾ കണ്ട നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത്. കണ്ടിട്ടുള്ള മറ്റു ചിത്രങ്ങളിൽ ചിലതിനെ കുറിച്ച് കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. അതിലൊരു ചിത്രം എലിനോർ ദ ഗ്രേറ്റ് എന്ന ചിത്രമാണ്. സ്കാർലറ്റ് ജൊഹാൻസൺ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് നമുക്ക് തോന്നാം. ജൂൺ സ്ക്വിബിന്റെ ഏറ്റവും മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആണത്. പിന്നെ എ പോയറ്റ് എന്നുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. അത് സിമോൺ മേസ സോട്ടോ ഒരുക്കിയ ഒരു കൊളംബിയൻ ചിത്രമാണ്. വളരെ മികച്ച നിലവാരം പുലർത്തിയ ഒരു ചിത്രമായിരുന്നു ആ ചിത്രം. പിന്നെ കണ്ടതിലെ ഒരു മികച്ചു നിന്ന ഒരു വാർത്താ ചിത്രമാണ് നൺ വേഴ്സസ് ദ വാറ്റിക്കൻ. ഇതൊരു പതിവ് പോലുള്ള വാറ്റിക്കൻ ചിത്രങ്ങളുടെ ഒരു ദൃശ്യ സാധ്യത ഈ ചിത്രത്തിനുമുണ്ട്. സ്ത്രീ പീഡകനായിരുന്ന റൂപ്നിക് എന്ന ഒരു ബിഷപ്പിന്റെ പീഡനങ്ങൾ അനുഭവിച്ച 2 കന്യാസ്ത്രീകളുടെ യഥാർത്ഥ കഥയാണ് ഈ വാർത്താ ചിത്രം പറയുന്നത്. ലൊറീന ലുച്ചിയാനോ എന്ന വനിതാ സംവിധായികയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അവരുടെ തന്നെ ജീവിത പങ്കാളിയായിട്ടുള്ള ആളാണ് അതിന്റെ ഛായാഗ്രാഹകൻ. ഈ ഡോക്യുമെന്ററിക്കും ഗംഭീര സ്വീകരണമാണ് കിട്ടിയത്. ഇതിൽ വന്ന ടീമിനോടൊപ്പം ഇതിലെ വിക്ടിം ആയിരുന്ന ഒരു കന്യാസ്ത്രീ അവർ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി. അവരെ നേരിട്ട് കണ്ടതിൽ പ്രേക്ഷകർക്കെല്ലാം വളരെ സന്തോഷമുണ്ടായി. അങ്ങനെ മികച്ച ഒരു പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത ഒരു ചിത്രമായിരുന്നു അത്. പിന്നെ പാബ്ലോ ട്രപ്പേറോ സംവിധാനം ചെയ്ത ആൻഡ് സൺസ്. ആൻഡ് എന്നുള്ളത് നമ്മുടെ സൈനാണ്. ആൻഡ് സൺസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു ചിത്രം ആദ്യമായിട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ വരുന്ന. ആൻഡ് എന്നുള്ള സൈൻ പിന്നെ സൺസ്. അപ്പൊ ആൻഡ് സൺസ് എന്നുള്ള ഈ ചിത്രം ബ്രിട്ടീഷ് ചിത്രമാണ്. അത് ഡേവിഡ് ഗിൽബർട്ടിന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ട് ഓസ്കർ ജേതാവായിട്ടുള്ള സാരാ പോളിയോട് കൂടി ചേർന്നിട്ട് ഈ പാബ്ലോ ട്രപ്പേറോ ഒരുക്കിയ തിരക്കഥയാണത്. അതില് ബിൽ നിഗി എന്നുള്ള നടന്റെ ഗംഭീരമായിട്ടുള്ള അഭിനയം നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഒരുപക്ഷെ ഒരു ഓസ്കാർ സാധ്യതയിലേക്കൊക്കെ എത്താവുന്ന ഒരു ചിത്രമാണ്. പ്രായം ചെന്ന ഒരു എഴുത്തുകാരന്റെ സ്മൃതി ഭ്രംശങ്ങളും അദ്ദേഹത്തിന്റെ വാർദ്ധക്യ ജീവിതത്തിൽ അദ്ദേഹം നേരിടുന്ന പരീക്ഷണങ്ങൾ അതൊക്കെയാണ് ഈ ചിത്രത്തില് വന്നിട്ടുള്ളത്. അത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ചിത്രത്തിനെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ട് നിർത്തുന്നതും ബിൽ നിഗിയുടെ അഭിനയമാണ്. വീണ്ടും പിന്നെ ഇതിനുശേഷം കണ്ടതില് പ്രധാനപ്പെട്ട ഒരു ചിത്രം ദ വിസാർഡ് ഓഫ് ക്രെംലിൻ എന്നുള്ള ഒലിവർ അസായസിന്റെ ഫ്രഞ്ച് ചിത്രമാണ്. ഫ്രഞ്ച് ചിത്രം എന്ന് പറഞ്ഞാലും ഇവിടെ നമുക്കിത് കാണാൻ പറ്റിയത് ഇംഗ്ലീഷിലാണ്. അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ഒരുപക്ഷെ അതിനൊരു ഫ്രഞ്ച് വെർഷനും കൂടി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ ഫ്രാൻസിലായിരുന്നെങ്കിലും ചിത്രം ഇംഗ്ലീഷിലായിരുന്നു. അത് ഓസ്കർ ജേതാവായിട്ടുള്ള അലീഷ്യ വിക്കാൻഡറിനൊപ്പം പോൾ ഡാനോ, ജൂഡ് ലോ എന്നിവർ അഭിനയിച്ചിട്ടുള്ള ഈ ചിത്രം
റഷ്യയുടെ ചരിത്രം പറയുന്ന ഒരു ഫീച്ചർ സിനിമയാണ്. അത് ഒരു യഥാർത്ഥ സംഭവമാണെങ്കിൽ കൂടി അതിനെ ഒരു ഫീച്ചർ സിനിമയാക്കി മാറ്റി ആ ചിത്രം വിജയിപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പേഴ്സണൽ സ്റ്റോപ്പർ എന്ന ഒരു മുൻ ചിത്രത്തിന് കാനില് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് ഈ ഒലിവർ അസായസ്. റഷ്യൻ പൊളിറ്റിക്സ്, അതിന്റെ ഈ മൊണോപ്പൊളൈസേഷൻ ഓഫ് പവർ, ഇതൊക്കെയാണ് സിനിമയുടെ പ്രധാന വിഷയം. ഈ ചിത്രത്തിനുള്ള അംഗീകാരങ്ങളും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീണ്ടും കണ്ട ചിത്രങ്ങളിൽ ദ ക്യാപ്റ്റീവ്, ദി കോണ്ടോർ ഡോട്ടർ, ടു പിയാനോസ്, ദ മാൻ ഇൻ മൈ ബേസ്മെന്റ്, ഷീ ഹാസ് നോ നെയിം എന്നീ മികച്ച ചിത്രങ്ങളും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. To put it in a nutshell, it was a great experience to watch the technical developments came up in film making. അതായിരുന്നു ഇത്തവണ ഏറ്റവും കൂടുതൽ വളരെ പ്രകടമായിട്ടുള്ളത്. നമുക്ക് ഈ സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വിപ്ലവങ്ങൾ, അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു ഇത്തവണ കൂടുതലായിട്ടും വന്നത്. അങ്ങനെ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴുള്ള ആ രീതിയിൽ പുതിയ പുതിയ വിഭവങ്ങൾ, പുതിയ പുതിയ സബ്ജക്റ്റുകൾ, പുതിയ പുതിയ നെറേഷൻസ്, അതിൻ്റെ ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മികച്ച ചിത്ര നിർമ്മാണത്തിന്റെ ഒരു കാഴ്ച വേദി കൂടിയായിരുന്നു ടിഫ് 2025. അത്രയൊക്കെയാണ് പറയാനുള്ളത്. ിലാണെങ്കിലും കാനിലാണെങ്കിലും നമ്മുടെ പ്രാതിനിധ്യം, അതായത് ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക് എന്നുള്ള നിലയ്ക്കൊക്കെ മീനാക്ഷി ഷെഡെയൊക്കെ കുറെ ആക്റ്റീവ് ആണെന്ന് കണ്ടിട്ടുണ്ട്. Classics this year, restored classics. It's a big moment. I think the celebration of South Asian cinema is particularly delightful at a moment because it comes during TIFF's 50th anniversary, so it's many things to celebrate altogether. It's 50 Years of Sholay, which was a 1975 film. It's a restored classic by Film Heritage Foundation, Shivendra Singh Gangarpur, and Sippy Films. And they had, they were all guns blazing on the red carpet here. With Bobby Deol, who is the son of Dharmendra, who's in the film along with Amitabh Bachchan. There was Shivendra Singh Gangarpur. There was Ramesh Sippy, the director. So there were many stars, and I think the public really loved it. It was a very prestigious Roy Thompson Hall, and the public was screaming out the songs. They knew all the dialogues, and they were really enjoying themselves. And the other is a great classic of Satyajit Ray, Aur Din Ratri, otherwise pronounced as Satyajit Ray's Days and Nights in the Forest, with Sharmila Tagore and Shamita Chatterjee. And a very modern classic, I would say, and I think it's very interesting to look at its contemporary resonances, again restored by the Film Heritage Foundation, along with many partners, including the Immaginator of Trovata in Bologna, the Restoration Institute, and a lot of support from many people in Hollywood, including Wes Anderson, and the big fans of Ray worldwide. So I think it's very lovely to look at, when you're celebrating an anniversary, to look at also the history that has brought us to this point, and to acknowledge that history and to make it relevant for new audiences. I think this is what the power of cinema and storytelling is, and that's why it's a very special occasion for us. മീനാക്ഷി ആണ് ഈ സൗത്ത് ഏഷ്യൻ ഫിലിംസ് കൂടുതലായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് 200ഓളം സിനിമകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങൾ, അതിൽ പ്രധാനമായിട്ടും പലസ്തീനിയൻ പൊളിറ്റിക്സ് വരുന്ന സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദ റോഡ് ബിറ്റ്വീൻ അസ് എന്നുള്ള ഒരു ചിത്രം, അതായത് അത് ഈ ഗാസയില് ഇപ്പൊ ഹമാസ് ബോംബിംഗ് പെട്ടെന്നുണ്ടായതും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് ഇതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചിത്രം സെലക്റ്റഡ് ആയിരുന്നില്ല. അപ്പോൾ വീണ്ടും അവര് ഒരു അപ്പീൽ കൊടുത്തു. വീണ്ടും ഒന്നുകൂടെ അവര് റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമ വീണ്ടും അനുവദിച്ചു. അത് പ്രധാനമായിട്ടും ആ ചിത്രം കുറച്ചൊരു പ്രോ ഇസ്രായേലി ചിത്രം ആണെന്നുള്ള അങ്ങനെയുള്ള ഒരു ചിന്ത ആൾക്കാരിൽ ജനിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ആ ചിത്രത്തിന് വേണ്ട കൺസിഡറേഷൻ ആദ്യം കൊടുക്കാതിരുന്നതും. പിന്നീട് അത് റിവ്യൂ ചെയ്ത് വീണ്ടും അത് ഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ചിത്രത്തിന് ഏറ്റവും നല്ല ഡോക്യുമെന്ററി, പീപ്പിൾസ് ചോയ്സ് അവാർഡിൽ തന്നെ ഡോക്യുമെന്ററികൾക്കുള്ള സമ്മാനം അത് നേടിയെടുത്തു. പക്ഷെ എനിക്ക് ആ ചിത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രധാനമായിട്ടും ഞാൻ കേട്ടെടുത്തോളം അത് ഒരു ഇസ്രായേലി കേണൽ, അയാളുടെ കുടുംബം ഈ ക്യാപ്റ്റീവ്സ് ആയിട്ട് അതിനിടയിൽ പെടുന്നതും അവരെ രക്ഷിക്കുന്നതുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംഗിളിലൂടെയാണ് ആ ചിത്രത്തിന്റെ
ഒരു മെറിറ്റ് കണ്ടിട്ടാണ് ആ ചിത്രം വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെ അത് അവാർഡ് നേടുകയും ചെയ്തു. ബാരി ആവറിച്ച് എന്നു പേരുള്ള ഒരു കനേഡിയൻ സംവിധായകനാണ് അത് ചെയ്തത്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കുഞ്ഞിലയുടെ, നമ്മുടെ സംവിധായിക ആയിട്ടുള്ള യുവ സംവിധായിക ആയിട്ടുള്ള കുഞ്ഞിലയുടെ ഈ ഡയറക്ടേഴ്സ് ലാബിലേക്കുള്ള സെലക്ഷൻ ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവര് 13 പേരെയാണെന്ന് തോന്നുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തെരഞ്ഞെടുത്തത്. അതില് ഒരാളായിട്ട് കുഞ്ഞിലെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞിലെ നേരിട്ട് കാണാൻ പറ്റിയില്ല, അവരും തിരക്കിലായിരുന്നു. അപ്പൊ ഞാനും ഇതിന്റെ തിരക്കിലൊക്കെ പെട്ട് ഇതിന്റെ ചില ജോലികളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി അതെല്ലാം കൂടി ക്ലാഷ് ആയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അവർ തീരുന്നതിന് മുമ്പ് പുറപ്പെടുകയും ചെയ്തു ഇവിടുന്ന്. അങ്ങനെ പക്ഷെ അത് ഒരു ഇന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും കിട്ടിയ ഒരു നേട്ടമായിട്ട് തന്നെ നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടി വരും. അതെ, അത് പറഞ്ഞ പോലെ ഒരു അഭിമാനം ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൺഗ്രാറ്റ്സ് ടു കുഞ്ഞിലയുടെ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും 30ഓളം സിനിമകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പോഴും പലരും സ്ക്രീനർ ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും കുറച്ച് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് കണ്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് എഴുതാം എന്ന് കരുതിയിരിക്കുകയാണ്. റോഡ് ബിറ്റ്വീൻ അസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ പ്രതിപാദിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ, അതായത് സിനിമ സാമൂഹ്യ പരിവർത്തനം അല്ലെങ്കിൽ ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് മലയാളത്തിലാണെങ്കിലും പല സിനിമകൾ കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് കൊണ്ട് ആളുകൾക്ക് കുറെ അത്തരം എൻലൈറ്റൻമെന്റ് ഉണ്ടാവണമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ പല ഡോക്യുമെന്ററികളും നമ്മളൊരു പുസ്തകം വായിക്കുന്നതിലുപരിയായിട്ട് സിനിമ കാണുന്നതിലൂടെ, ദൃശ്യ രീതിയിൽ കാണുന്നതിലൂടെ നമുക്കത് കൂടുതൽ നമ്മൾ ആഴത്തിൽ ഉൾക്കൊള്ളുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതില് ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, ഘാനയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ഘാന പ്രധാനമായിട്ടും അത് ക്വാമി എൻക്രൂമ എന്നുള്ള അവരുടെ ഒരു പഴയ റൂളറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ക്യാമറാമാൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാള് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അയാളെ കൂടുതൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അത് നല്ലൊരു ഡോക്യുമെന്ററി ആയിരുന്നു. പിന്നെ പല സിനിമകളും വേറെ ഉണ്ടായിരുന്നു. പലസ്തീൻ ഇഷ്യൂ തന്നെ വരുന്ന ചിത്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വേറൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. അങ്ങനെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇഷ്യൂസിനെ ചുറ്റിപ്പറ്റുന്ന കുറെ സിനിമകൾ ഉണ്ടായിരുന്നു അതില്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ചിത്രമുണ്ട്, വിസാർഡ് ഓഫ് ക്രെംലിൻ, വളരെ മികച്ച നിലവാരത്തിലുള്ള ചിത്രമാണത്. റഷ്യൻ പൊളിറ്റിക്സ് ആണ്. ഒരുപക്ഷെ റഷ്യയിലൊന്നും ആ ചിത്രം കാണിക്കാൻ കൂടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതില് പുടിനെ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ അടുത്തൊരു ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഓസ്കറിന് സജഷൻ അല്ലെങ്കിൽ ഓസ്കർ കിട്ടാൻ സാധ്യതയുള്ള സിനിമയെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമുക്ക് തുടർന്നുള്ള ഫെസ്റ്റിവലുകളിൽ പല ആളുകൾക്കും ഒരുപക്ഷെ ഇത്തരം സിനിമകൾ കാണാനുള്ളൊരു, അല്ലെങ്കിൽ അവിടെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാവും ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ എന്ന് തോന്നണം. തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇവിടുന്ന് സമ്മാനങ്ങൾ നേടി മികച്ച പ്രതികരണം നേടുന്ന ചിത്രങ്ങളാണ് ഓസ്കർ നോമിനേഷനുകളിൽ വരുന്നത് എപ്പോഴും. അത് പല ചിത്രങ്ങളും, ഇപ്പൊ നമ്മുടെ സ്ലം ഡോഗ് മില്യനെയർ ആണെങ്കിലും 12 Years a Slave അങ്ങനെയുള്ളതൊക്കെ ഇവിടുന്ന് അംഗീകാരം നേടിപ്പോയിട്ടുള്ളതാണ്. ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോ പറഞ്ഞതിൽ ഇത് മികച്ചൊരു ഫെസ്റ്റിവൽ ആയിരുന്നു, പ്രത്യേകിച്ച് അങ്ങനെ കുറവുകൾ ഇപ്പോ റോഡ് ബിറ്റ്വീൻ അസ് ഒരുപക്ഷെ ആ രീതിയിൽ ഒരു കോൺട്രവേഴ്സി ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ള കുറവുകൾ ഒന്നും എടുത്ത് കാണിച്ചിരുന്നില്ല. പക്ഷേ ഒരു ഇഫ് യു ആർ ദ ക്യൂറേറ്റർ ഫോർ ടിഫ് ആണെങ്കിലും ഇപ്പൊ IFFK ആണെങ്കിലും എന്തൊക്കെ തരം മെറ്റീരിയൽസ്, എന്തൊക്കെ തരം കോണ്ടന്റ്? ടിഫ് പ്രധാനമായിട്ടും മുൻതൂക്കം കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് തന്നെയാണ്. സ്ത്രീപക്ഷ വിഷയങ്ങള്, അതുപോലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കഥകൾ പറയുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതായത് കേൾക്കാത്ത ശബ്ദങ്ങൾ, അല്ലെ നമ്മൾ മറ്റുള്ളവരും കൂടി ലോകം മുഴുവൻ കേൾക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സിനിമകൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുക എപ്പോഴും. അത് ബ്ലാക്ക് ലൈഫ് ആണെങ്കിൽ കൂടി, അതല്ലെങ്കിൽ ഇപ്പോ കണ്ട വീണ്ടും ഒരു സിനിമയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്ന, ഓക്ക എന്ന പേരുള്ള ഒരു സിനിമയാണ്.
ഞാൻ അതിനെക്കുറിച്ച് എഴുതി ഞാൻ ആശിഷിന് അയച്ചിരുന്നു. അത് കൊളംബിയൻ ചിത്രമാണത്. പ്രത്യേകിച്ചും ഇതാണ് ഈയിടെ ഒരു ലാറ്റിൻ അമേരിക്കൻ യാത്രയും കൂടെ കഴിഞ്ഞ് വന്നുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി. കാരണം നമ്മളെക്കാൾ ഒരു പടിയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ വളരെയധികം റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നല്ല മനുഷ്യരാണെങ്കിൽ കൂടി റിലീജിയൻ വിട്ടിട്ട് കളിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ് കൂടുതലും ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലെല്ലാം ഉള്ളത്. അപ്പൊ അവിടുന്ന് സത്യത്തിലെ വിശ്വാസത്തെയും അതിന്റെ പൊള്ളത്തരങ്ങളെയും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഒരു ഡിസെക്ട് ചെയ്യുന്ന ഒരു തീമായിരുന്നു ഈ ഓക്ക എന്നു പേരുള്ള സിനിമ. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങളിൽ മികച്ച ഒരു ചിത്രമായിരുന്നു ഓക്ക. പിന്നെ കണ്ടത് ദി കോണ്ടോർ ഡോട്ടർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പഴയ കാലത്ത് അതായത് നമുക്ക് ഇത്രയധികം ആശുപത്രികളൊക്കെ വിപുലമായിട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു കാലമുണ്ട്. അതായത് വീടുകളിൽ സ്ത്രീകൾ പ്രസവിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അത്തരം കാലത്ത് നമുക്ക് വയറ്റാട്ടിമാരുണ്ടായിരുന്നു. ഈ പുതിയ തലമുറയ്ക്ക് അത് വയറ്റാട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൂടി അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അത്തരം സ്ത്രീകളുടെ അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് അതിലേക്ക് പോകുന്ന സ്ത്രീകള് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അവരുടെ ജീവിത വ്യഥകള് ഇതൊക്കെയാണ് ഈ കോണ്ടോർ ഡോട്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു മെക്സിക്കൻ ചിത്രമാണത്. നമുക്കിപ്പോ പെട്ടെന്നുള്ള ഒരു അനുഭവങ്ങൾ വളരെ ചുരുക്കത്തിലൊന്ന് പറയാനേ കഴിയുന്നുള്ളൂ. ഈ കാണാൻ പോകുന്നത് ഒരു സ്ട്രെയിൻലെസ് ലൈക്ക് യു ഹാവ് ടു ട്രാവൽ അറൗണ്ട് 1 hour's ജേർണി ഓർ സംതിങ് അല്ലേ? അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം മാക്സിമം ഞാൻ കാണുന്ന 3 സിനിമകളാണ്. അതേസമയം നമ്മൾ ഈ ഡൗൺ ടൗൺ സ്റ്റേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒന്ന് റെസ്റ്റ് എടുത്തല്ലേ കുറച്ചു നേരം പോയിട്ട് ഉറങ്ങി ഇട്ടൊക്കെ വീണ്ടും നമുക്ക് അടുത്ത സിനിമയ്ക്കൊക്കെ വരാൻ പറ്റും. അങ്ങനെയൊക്കെ കൂടുതൽ കാണാൻ പറ്റും. ഒരു കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ IFFK ആണെങ്കിലും ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ടുവരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതില് സിനിമ കാണാൻ വന്നുകൊണ്ടിരുന്നിരുന്ന ആളുകൾ ഫിൽം മേക്കേഴ്സ് ആയി. ഇപ്പൊ സജിൻ അടക്കം അങ്ങനെ ഒരുപാട് പേര്. പ്രധാനമായിട്ടും ടിഫ് ലക്ഷ്യമിടുന്നത് സിനിമ നിർമ്മാണത്തിന്റെ പെർഫെക്ഷൻ ആണ്. അതായത് അവർ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് പ്രധാനമാണ്. അതിന്റെ ഒപ്പം തന്നെ ആ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതില് ഈവൻ സബ് ടൈറ്റിലിംഗ് ആണെങ്കിൽ പോലും അതിൽ മിസ്റ്റേക്ക് ഇല്ലാതെ, മലയാളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയൊക്കെ എത്ര ചെറിയ ഒരു സിനിമയാണെങ്കിൽ കൂടി ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പുതിയ തലമുറ അത് ഏറ്റെടുത്ത് അവരത് കണ്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ചെറിയൊരു സബ്ജക്റ്റ്, പക്ഷെ ആ സബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. ഒരു സാധാരണ പറഞ്ഞു പോകുന്ന കഥയിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള ഒരു കഥ അത് വളരെ ചുരുങ്ങിയ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണത്. ശരിയാണ്. മീനാക്ഷി തന്നെ വിക്ടോറിയയെ കുറിച്ച് പൂനെയിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നിർത്തിയിട്ടാണ് അവർ ആ സിനിമയെ കുറിച്ച് സംസാരിച്ചത്. എന്തായാലും ഇപ്പോ വരും ഫെസ്റ്റിവലുകളിൽ നമുക്ക് നേരിട്ട് കാണാം കൂടുതൽ സിനിമകളെ കുറിച്ച്. തീർച്ചയായിട്ടും അതെ. വളരെ സന്തോഷം എന്തായാലും ഇതിലേക്ക് എന്നെ വിളിച്ചതിലും. എനിക്കിത് അത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള എനിക്കറിയാം. മറ്റു തിരക്കുകളിൽ പെട്ടെന്ന് നമ്മൾ പറയേണ്ടി വരുമ്പോ എല്ലാം ചിലപ്പോൾ ഇത് ഓർമ്മയിലേക്ക് എത്തില്ല. അതാണ്. എങ്കിലും കുറെ സിനിമകൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ആശിഷിനും മീഡിയ മാതങ്കിക്കും ഉള്ള എന്റെ നന്ദി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നമ്മളൊരു IFFK കണ്ടു കഴിയുന്ന ഒരാളുടെ അടുത്ത് മൈക്ക് കൊണ്ട് വന്നിട്ട് ചോദിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഒരുപക്ഷെ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻസൈറ്റ്സ്. മോസ്റ്റ് വെൽക്കം. താങ്ക് യു.